കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവും ആത്മീയ ആചാര്യനുമായ ശ്രീനാരായണ ഗുരുവിന്റെ 170-ാം ജന്മവാർഷിക ദിനം SNDP യോഗം കായംകുളം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായി ആഘോഷിച്ചു. ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് മഹാഘോഷയാത്രയും ഗുരുദേവ മഹാജയന്തി സമ്മേളനവും നടന്നു. കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷം വിപുലമായി നാട് സംഘടിപ്പിച്ചു. ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കായംകുളം SNDP യൂണിയൻ സംഘടിപ്പിച്ച ഘോഷയാത്ര വർണ്ണാഭമായി. വിവിധ ശാഖായോഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ശ്രീനാരായണ ഭക്തർ ഘോഷയാത്രയിൽ പങ്കാളികളായി. യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. യൂണിയൻ ഭാരവാഹികൾ അണിനിരുന്ന ബാനറിന് പിന്നിലായി പീതാംബരധാരികളായ ഗുരുദേവ ഭക്തരും മുത്തുകുടകൾ ഏന്തിയവരും, നിശ്ചല ദൃശ്യങ്ങൾ, തെയ്യം, താളമേളങ്ങൾ, ഭക്തിഗാനാലാപനം നടത്തുന്നവർ, കോൽക്കളിയുമായി കുട്ടികൾ, തിരുവാതിര എന്നിവയും അണിനിരുന്നു. ഇത് ഘോഷയാത്രയ്ക്ക് കൊഴുപ്പ് കൂട്ടി. കണ്ടല്ലൂർ, കൃഷ്ണപുരം, ദേവികുളങ്ങര, കായംകുളം നഗരസഭ എന്നിവിടങ്ങളിലെ 51 ശാഖകളിൽ നിന്നുള്ള ചെറുഘോഷയാത്രകൾ പുതിയിടം ക്ഷേത്ര പരിസരത്ത് സംഗമിച്ച് മഹാഘോഷയാത്രയായി നഗരം ചുറ്റി പാർക്ക് മൈതാനിയിൽ എത്തി. ഘോഷയാത്ര മണിക്കൂറുകളോളം നീണ്ടുനിന്നു. അഡ്വക്കേറ്റ് U. പ്രതിഭ MLA ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവാഹത്തിന്റെ കാര്യം വീണ്ടും ചർച്ച ചെയ്യേണ്ടത്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിടുമ്പോൾ ആടയാഭരണങ്ങൾ മുഴുവൻ അണിഞ്ഞ് കിട്ടുന്നതെല്ലാം വാരിപ്പിറക്കി കൊടുത്ത് നമ്മൾ ഗുരുദേവ ദർശനങ്ങൾ ഒരു വഴിക്ക് പറയുകയും അപ്പുറത്ത് നമ്മൾ ഇതൊന്നും നോക്കുന്നില്ല, അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മൾ ഈ ആഡംബരങ്ങൾ കാണിക്കുകയും എന്ത് മോഡലാണ് പിന്നെ നമ്മൾ സമൂഹത്തിന് ചെയ്യുന്നത്? ഗുരുദേവ ദർശനങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എത്തണം. കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഭക്ഷണ വൈവിധ്യം, വസ്ത്രവൈവിധ്യം, സ്വാതന്ത്ര്യം, ഇനി ഇതിനെല്ലാം ഉപരിയായിട്ട് ആളോഹരി എല്ലാവരെയും തെറിവിളിക്കാനുള്ള അധികാരം അല്ലേ? ആർക്കും വിളിക്കാം, കല്ലെടുത്തിട്ട് ആർക്കും തലയിലിട്ട് ഞോണ്ടാം. എല്ലാത്തിനും ഭയങ്കരമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് നമ്മൾ. ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ പറക്കുകയാണെന്നാണ് കുട്ടികൾ കരുതുന്നത്. പക്ഷെ അല്ല, ആ നാട്ടിലെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് വിധേയരായി സൈക്കിൾ പോകുന്ന സ്ഥലത്തൂടെ സൈക്കിൾ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ സൈക്കിൾ പോകുന്നിടത്തുകൂടി ലോറി പോകും, കാറ് പോകും, നടന്നു പോകും, ഇടയ്ക്ക് കൊണ്ടിടിക്കും ഇല്ലേ? അപ്പം അവിടെ പോകുമ്പോൾ അതെല്ലാം അനുസരിച്ച് പഞ്ചപുച്ഛമടക്കി ജീവിക്കാൻ കൂടി നമ്മൾ തയ്യാറായിട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ പറയും കേരളം എന്തിനു കൊള്ളാം? അവിടെയാണ് കേരളമല്ല കൊള്ളാതായിരിക്കുന്നത്. നമ്മുടെ നാട് നല്ലതാണ്, നമ്മുടെ ആചാരങ്ങൾ നല്ലതാണ്, നമ്മൾക്ക് എല്ലാ വിശ്വാസങ്ങളും നല്ലതാണ്. അന്ധവിശ്വാസങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഓരോ മനുഷ്യരും, ഇപ്പം ഞാൻ ഈ കായംകുളം പട്ടണത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും കായംകുളം പോലുള്ള സ്ഥലത്തൊന്നും യാതൊരു മതസ്പർദ്ധയും വരാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം SNDP യൂണിയൻ മുന്നിൽ നിന്ന് നയിക്കുന്നവർക്കുണ്ടാവണം. കാരണം ഞാൻ ഈ കായംകുളത്ത് വന്നിട്ട് ഏകദേശം സ്ഥിരമായി നിന്ന് പ്രവർത്തനം തുടങ്ങിയിട്ട് 8 വർഷമാവുന്നു. വലിയൊരു ഹാർമണിയുള്ള സ്ഥലമാണ്. ആ ഹാർമണിയിലൊന്നും വിഷം വീഴാൻ ഒരിക്കലും ദയവേത് ആരും അനുവദിക്കാൻ പാടില്ല. ഇത് ഇവിടെ ഇപ്പോൾ ഈ പരിപാടി കാണാൻ വന്ന് നിൽക്കുന്ന മനുഷ്യർ ഹൈന്ദവർ മാത്രമല്ല, വ്യത്യസ്ത മതവിശ്വാസികൾ, ഈ പരിപാടി വിജയിപ്പിക്കാൻ സഹായിക്കുന്നവർ, നമുക്ക് സംഭാവന നൽകുന്നവർ. കായംകുളം SNDP യൂണിയൻ പ്രസിഡന്റ് V. ചന്ദ്രദാസ് അധ്യക്ഷനായി. യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ A. പ്രവീൺകുമാർ, മഠത്തിൽ ബിജു, യൂണിയൻ കൗൺസിലർ അംഗങ്ങളായ പനക്കൽ ദേവരാജൻ, മുനമ്പൽ ബാബു, N. ദേവദാസ്, J. സജിത് കുമാർ, സംഘൻ രവി എന്നിവർ സംസാരിച്ചു. V. ചന്ദ്രദാസ്, കോലത്ത് ബാബു, പ്രവീൺകുമാർ, മഠത്തിൽ ബിജു, പനക്കൽ ദേവരാജൻ, മുനമ്പൽ ബാബു, N. ദേവദാസ്, J. സജികുമാർ, സംഘം രവി, N. സദാനന്ദൻ, PS ബേബി, സുഷമ തങ്കപ്പൻ, ഭാസുര മോഹനൻ, സൗദാമിനി രാധാകൃഷ്ണൻ, അജിത അനിൽ, ശ്രീലത ശശി, VS സോണി എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം.